ഫോളോ ചെയ്യുന്നവരാണ്, ചിന്തിക്കുന്നവരല്ല. ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഉണർവുകൾ എന്താണോ അതിന് ഫോളോ ചെയ്യണം. ദേഷ്യം വരുമ്പോൾ ദേഷ്യം പിടിക്കുക, സ്നേഹം വരുമ്പോൾ സ്നേഹിക്കുക, വെറുപ്പ് വരുമ്പോൾ വെറുക്കുക, ഒരാളെ ചേർത്ത് പിടിക്കാൻ തോന്നുമ്പോൾ ചേർത്ത് പിടിക്കുക, തള്ളി മാറ്റാൻ തോന്നുമ്പോൾ തള്ളി മാറ്റുക. അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ അറിവിനെ മുഴുവൻ ഉപയോഗിക്കുക. എനിക്കൊരാളെ തള്ളി മാറ്റണം, ഉടനെ ഞാൻ എൻ്റെ ബോധത്തിൽ എല്ലാ അറിവും അവിടേക്ക് വന്നിട്ട് അയാളെ തള്ളി മാറ്റേണ്ടതിൻ്റെ ന്യായീകരണങ്ങൾ മുഴുവൻ നമുക്ക് നിരത്തി തരും. തള്ളി മാറ്റേണ്ട ഒരാളെ ഞാൻ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ന്യായീകരണം നമ്മുടെ തലച്ചോറ് നാച്ചുറലായി നമുക്ക് തരില്ല. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണോ ഉണർന്നു വരുന്നത്, സ്നേഹം വന്നാൽ ചേർത്ത് പിടിക്കേണ്ടത് വരും. പക്ഷെ നമ്മുടെ ബോധത്തിൽ എന്താണോ ആദ്യം ഉണരുന്നത്, ഈ ആദ്യം ഉണരുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നൂറ്റാണ്ടുകളായി ആർജിച്ചെടുത്ത നമ്മുടെ സംസ്കാരം നമ്മുടെ തലച്ചോറിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര അറിവുണ്ടായിട്ട് നമ്മൾ ഇത്രയും വിഭാഗീയതയിൽ കഴിയുന്നത്. അവിടെയാണ് ഗുരു പറയുന്നത്, അകമണയാതെ അകതാരമർത്തിടണം. നിനക്ക് 100% ശരിയെന്ന് തോന്നുന്ന ആളുകളെ മാത്രം ചേർത്ത് പിടിക്കാനും അവരോട് മാത്രം ചേർന്നിരിക്കാനുമാണ് നിന്റെ കോൺഷ്യസ്നെസ് സ്വാഭാവികമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിരുന്നു, ജഗതിയിൽ ഈ മതം ഏകം എന്ന് ചിന്തിച്ച് ഗുരു നമ്മളോട് പറയണമെന്ന് ചിന്തിക്കൂ. ഞാൻ ഗുരുവിന്റെ ജീവിത ദർശനമാണ്. നമ്മളോടൊന്ന് ചിന്തിക്കാൻ ഗുരു പറയാണ്, ആവശ്യപ്പെടാം. നമ്മളൊക്കെ ചിന്തിക്കുന്നവരാണ് എന്ന് പറയുക മാത്രം ചെയ്യുന്നവരാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണെന്ന് കരുതിയിട്ടാണ് കഴിഞ്ഞ കുറേ വർഷം ജീവിച്ചിരുന്നത്. ഞാൻ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 100 പേരുടെ മക്കളോട് പോയിട്ടാണ് സംസാരിച്ചത്. മക്കളെ, ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പോൾ നൂറ്റാണ്ടുകളായി ഞങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മുതിർന്നവർക്ക് ഒരു ഉറപ്പുണ്ട്, ഞങ്ങൾ മുതിർന്നവരായിരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ 100% ശരിയാണ്. അത് മുതിർന്നവരുടെ സ്വാഭാവികമായ ഫങ്ഷനിങ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. കുട്ടികൾക്ക് മൊത്തം പ്രശ്നമാണ്, നമുക്ക് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ നന്നാവേണ്ടതിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ആ കുട്ടികളോട് പോയിട്ടൊന്ന് ചോദിച്ചു, വെറുതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങളിൽ എന്ത് മാറ്റം ഉണ്ടാവുമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ചെന്ന് ചോദിക്കുന്നവരെ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ നല്ല വായനക്കാരൻ, സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, ചിന്തകർ, മതാതീതരായിട്ട് ജീവിക്കുന്നവരാണ്. ഈ 80% ആളുകൾ, 20% ആളുകൾ മാത്രമാണ് മതത്തിൻ്റെയും അവര് പക്ഷെ മനുഷ്യപ്പറ്റോടെ ജീവിക്കണം എന്ന് പറയും. മറ്റവരൊക്കെ മതാതീതരാണ്. ഈ 100% കുട്ടികളും ആദ്യം പറഞ്ഞത് എല്ലാവരും ഒറ്റ ഉത്തരാണ്, ഈ നിലവിളിച്ച് സംസാരിക്കുന്ന ഒന്ന് കുറയ്ക്കാൻ പറ്റും. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത്? കാര്യമൊന്ന് സമാധാനത്തിൽ പറഞ്ഞോടെ. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. നമ്മളോട് ആറ്റാരെങ്കിലും പൊട്ടിത്തെറിക്കുന്നതിൽ ഒരു ശരിയുമില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല, ഒരു ന്യായീകരണം. നമ്മൾ പറയാത്ത മര്യാദക്ക് എന്നോട് പറയായിരുന്നു, നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് താഴെ എന്ന് തോന്നുന്നവരോട്, നമ്മുടെ തലച്ചോറിന് താഴെ എന്ന് തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. നാച്ചുറലായിട്ട് പ്രായത്തിൽ കുറഞ്ഞവർ, അധികാരത്തിൽ കുറഞ്ഞവർ, പ്രശസ്തിയിൽ കുറഞ്ഞവർ, അറിവിൽ കുറഞ്ഞവർ, ലിംഗത്തിൽ കുറഞ്ഞവർ. സ്ത്രീയൊക്കെ ഇപ്പോഴും സ്ത്രീയുടെയും പുരുഷന്റെയും ബ്രെയിനിൽ ലിംഗത്തിൽ കുറഞ്ഞവരാണ്, പുരുഷനിൽ മാത്രമല്ല. അതുകൊണ്ടാണ് അവൾക്ക് വീട്ടിൽ അടങ്ങി ഇരുന്നുകൂടെ എന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. പ്രായം, ലിംഗം, പ്രശസ്തി, അറിവ്, അധികാരം, വർണ്ണം, ഇതിലെല്ലാം നമ്മളെക്കാൾ കുറഞ്ഞവർ എന്ന് നൂറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ചിട്ടുള്ള, നമ്മുടെ ബ്രെയിൻ ശീലിച്ചു വന്നിട്ടുള്ളവരോടൊക്കെ നാച്ചുറലായി നമുക്ക് ഐ കോണ്ടാക്ട് വരില്ല. അത് ശ്രദ്ധിച്ചാലറിയാം. അവരോടൊക്കെ നമ്മളുടെ ഇച്ഛക്കെതിരായി
ഒരു ചിന്തയോ വാക്കോ പ്രവൃത്തിയോ അവരിൽ നിന്ന് ഉണ്ടായ ഉടൻ നമ്മുടെ തലച്ചോറ് നിയന്ത്രണാതീതമായ രീതിയിൽ അസ്വസ്ഥമാകും. നമ്മൾ സംയമനം ചെയ്യുമായിരിക്കും, അസ്വസ്ഥമാകും. അത് ഏറ്റവും കൂടുതലാവുക നമ്മൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്പേസിലായിരിക്കും. അതാണ് അതിൻ്റെ മൂന്നാമത്തെ. നമ്മൾ വിചാരിക്കുന്ന നേരെ തിരിച്ചാണല്ലോ. നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഫങ്ഷൻ ചെയ്യാവുന്നിടത്താണ് നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട മനുഷ്യരാണ്. സ്വാതന്ത്ര്യം ഇല്ലാത്തടത്തല്ല. അതുകൊണ്ടാണ് ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ ആരാണെന്ന്, ഞാൻ ആരാണെന്ന് എന്നോട് പറയേണ്ടത് ഞാൻ ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിക്കുന്ന മനുഷ്യരാണ് പറയേണ്ടത്. അവര് പറയും ഞാൻ ആരാണ്. അത് വീട്ടിലേക്ക് നിങ്ങൾ ഒരു ദിവസം പുറത്തേക്ക് തിരിച്ചു വെച്ച ക്യാമറ വീട്ടിന്റെ അകത്തേക്ക് തിരിച്ചു വെച്ച് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ അവിടെ ഉള്ളവരോട് മുഴുവൻ നിങ്ങൾ പെരുമാറുന്നത് നോക്കിയാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് മനസ്സിലാവും. നമ്മൾ ചിന്തിച്ച് ജീവിക്കുന്നവരല്ല, നമ്മൾ നമ്മളുടെ ഫീലിങ്സിനെ ഫോളോ ചെയ്യുന്നവരാണ്, ചിന്തയെ ഫോളോ ചെയ്യുന്നവരല്ല. അവിടെയാണ് കുട്ടികൾ പറഞ്ഞത്. ഇപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, ഞാനത് പറയാനാണ് വന്നത്, ഞാൻ കൊള്ളാവുന്ന രീതിയിൽ കുട്ടികളോടൊക്കെ മര്യാദക്ക് പെരുമാറുന്ന ആളാണെന്ന് 100% വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്നോടൊരു കുട്ടി പറഞ്ഞത്, മുതിർന്നവർ മാറുന്നത് അവിടെ നിൽക്കട്ടെ, ഷൗക്കത്ത് മാമൻ മാറേണ്ടത് ഞാൻ പറയാം. 9 വയസ്സുള്ള ഒരു കുട്ടികൾ. ഞാൻ അത്യാവശ്യം 10-20 പുസ്തകമൊക്കെ എഴുതി നാട് മുഴുവൻ നടന്ന് നാരായണ ഗുരുവിന്റെ സമത്വം പ്രഭാഷണം നടത്തുന്നു. ഗുരുനിത്യേനയുടെ ശിഷ്യൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആധുനികമായി ചിന്തിക്കുന്ന കൊള്ളാവുന്ന മനുഷ്യനാണെന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ച് അഭിമാനിച്ച് നടക്കുന്ന ഒരാളാണ്. ഷൗക്കത്ത് മാമന്റെ പ്രശ്നം ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? ഷൗക്കത്ത് മാമൻ വീട്ടിൽ വന്നാൽ എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറും, എന്നെ കെട്ടിപ്പിടിക്കും, നന്നായി പഠിക്കണം എന്നൊക്കെ പറയും, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കും, ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങും, വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഷൗക്കത്ത് മാമൻ എനിക്ക് ഐ കോണ്ടാക്ട് തന്നിട്ടില്ല. ഷൗക്കത്ത് മാമൻ അച്ഛനമ്മേനെ മാത്രം നോക്കി സംസാരിക്കും. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനിവിടെ ഒരു വ്യക്തിയായിട്ട് ഇരിപ്പുണ്ടല്ലോ. 9 വയസ്സായ കുട്ടിയെ പറയും, എൻ്റെ കണ്ണിലേക്ക് നോക്കി സംസാരിച്ചിട്ടില്ല ഒരിക്കലും. അത് മര്യാദയായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഷൗക്കത്ത് മാമൻ തിരുത്തണം. ഇവിടെയാണ് ഗുരുവിൻ്റെ ഈ ഒരു മന്ത്രം, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം. എനിക്കങ്ങനെയല്ല. എൻ്റെ ബ്രെയിനിന് എനിക്കൊപ്പത്തിനൊപ്പമുള്ളവരുടെ മതം മാത്രമാണ് ഈക്വൽ. ബാക്കിയുള്ളവരൊന്നും ഞാൻ ശ്രദ്ധിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ അല്ല. നമ്മൾ നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗുരു എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും തന്നോട് ചേർന്നിരിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ ആരെയാണോ നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്, അവരെയെല്ലാം ആ കൂട്ടത്തിൻ്റെ ഭാഗമാക്കാൻ അങ്ങോട്ടേക്ക് പോവുകയും അവരോട് ചേർന്നിരിക്കുകയും അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ കൂട്ടത്തിനോടൊപ്പം ചേർക്കുകയും ചെയ്തു എന്നതാണ്. അത് വ്യക്തി ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും ഗുരു ചെയ്ത കർമ്മം എന്നത്. പക്ഷേ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായിട്ട് ഞാൻ ചെന്നിരുന്ന വീടിനെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ജാതിഭേദമുണ്ടായിരുന്നു. ഞാൻ കുട്ടീനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും മിഠായിയൊക്കെ കൊടുത്തെങ്കിലും വർത്താനം പറയുമ്പോൾ ഞാൻ ആ മുതിർന്ന അച്ഛനമ്മമാരുടെ മുഖത്ത് മാത്രം നോക്കി സംസാരിക്കുകയും ആ കുട്ടിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ തലച്ചോറ് ജാതിഭേദമില്ലാത്ത ഒന്നായി മാറിയിട്ടില്ല. ഞാൻ ജാതിഭേദമില്ലാത്ത തലച്ചോറിൻ്റെ ഉടമയാണെങ്കിൽ സ്വാഭാവികമായി എൻ്റെ കണ്ണാ കുട്ടിയിലേക്കും പോകുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ എത്ര കുറച്ച് സമയം കുട്ടികളുടെ കണ്ണിൽ നോക്കി തുടർച്ചയായിട്ട് തുല്യതയോടെ പെരുമാറാൻ നമ്മുടെ തലച്ചോറിന് കഴിയില്ല, ക്ഷീണിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ ശീലിച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പ്രവർത്തിച്ച് ഉറപ്പിക്കേണ്ടതാണ് കൾച്ചർ.
നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്, ശീലിച്ച് ഉറച്ചത് മാത്രമാണ് തലച്ചോറിന് ശരി, ചിന്തിച്ച് ഉറച്ചത് അല്ല. നമ്മൾ നൂറ്റാണ്ടുകളായി ശീലിച്ചിട്ടുള്ളത്, ഇന്നെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കുട്ടികളെ ബഹുമാനിക്കണമെന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ? മുതിർന്നവരെ ബഹുമാനിക്കണം എന്നല്ലാതെ. കാരണം മുതിർന്നവർ മാത്രമായിരുന്നു നമുക്ക് ഉന്നത കുലജാതർ. അത് പ്രായത്തിലായാലും അറിവിലായാലും ഏതിലായാലും. അപ്പം കുഞ്ഞുങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന കുറഞ്ഞവർ, തനിക്ക് വെളിയിലിരിക്കുന്നവരെ അവരെ ചേർത്ത് പണ്ട് അവർ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാതൃക കസ്യ സിദ്ധരെന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നത്. ചെറുതിലും ചെറുതായിരിക്കുന്നതിൽ പോലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു ഈശ്വരാംശമാണെന്ന് പറയുമ്പോഴും ആ മാറി നിൽക്കുന്ന ആളെ കൊണ്ട് ചേർത്ത് വെച്ച് കൊണ്ടുവരേണ്ടതുണ്ടെന്ന് അവർക്കൊന്നും തോന്നിയിട്ടില്ല. പലർക്കും അവരവിടെ തന്നെ നിന്ന് കേട്ടാൽ മതി, ഇവിടെ കുറച്ച് പേര് നിന്നാൽ മതി എന്നാണ്. അതിനെ തിരുത്തുകയാണ്. ആ ബ്രെയിനിന്റെ നൂറ്റാണ്ടുകളായി ശീലിച്ചു വന്ന നമ്മുടെ ശീലത്തെ തിരുത്തുക, എല്ലാ മേഖലകളിലും തിരുത്തുക ഗുരു ചെയ്ത. ചെറിയൊരു ഉദാഹരണം, ഒരു സ്ഥലത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നമുക്കെന്നാ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒരു ആല് നടാമല്ലേ? അപ്പൊ ഗുരു പറഞ്ഞ മറുപടി, എന്തുകൊണ്ട് പ്ലാവ് നട്ടുകൂടാ? നമ്മൾ ആല് നിന്ദിച്ചിട്ട് നമ്മളും വലക്കും ഇതിനെ പ്ലാവ്, നമ്മളും വിചാരിക്കും ആല് കറക്റ്റ് അല്ലേ എന്നാ. കാരണം അതാണ് നമ്മുടെ ശീലം. ഗുരു പറയുന്നത് പ്ലാവ് നട്ടാൽ തണലും കിട്ടും, ചക്കയും കിട്ടും. അതല്ലേ കുറച്ചും കൂടി നല്ലത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാവ് നട്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ ഗുരുവാണ്. എവിടെ പോയാലും ഒരു പ്ലാവ് നട്ടു. നമ്മളങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ അമ്പലാണോ ആല്, അതാണ് നമ്മുടെ ശീലം. നമ്മൾ ഒരുപാട് അറിവ് നേടിയൊക്കെ വന്നാൽ, ഇന്ന് നമ്മളെവിടെയും ഒരു അമ്പലം പണിയുമ്പോൾ എന്നാൽ നല്ലൊരു ആത്മാരെ നമുക്ക് മുമ്പിൽ വെക്കാൻ ഇപ്പോഴും ആലോചിക്കാം. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തിരുത്തിയ ആളാണ് ഗുരു. എല്ലായിടത്തിലും ഗുരുവിന്റെ ഓരോ കർമ്മങ്ങളും, അമ്പലം പണിയാൻ തീരുമാനിക്കുമ്പോഴും പഴയതുപോലെയല്ല. നല്ല വെളിച്ചം വേണം, നല്ല കാറ്റ് കയറണം, വവ്വാല് വന്ന് തുഴയരുത്. മാത്രമല്ല അമ്പലത്തിനോട് ചേർന്ന് ലൈബ്രറിയും വേണം. അതിങ്ങനെ ഒരു നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തെ പുതുക്കി പണിയുകയും അതോടൊപ്പം പുതിയ ഒന്നിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന റീവാലുവേഷൻ, നാരായണഗുരു ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒരു മൂല്യ നവീകരണം ചെയ്ത് അറിവിനെ അവതരിപ്പിച്ച, ക്യാൻസൽ ചെയ്യല്ല ചെയ്യുന്നത്. മനുഷ്യൻ നൂറ്റാണ്ടുകളായി ശീലിച്ചു വന്ന ഒന്നിനെ അത്ര പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കുട്ടികളോട് പൊട്ടിത്തെറിക്കുന്നത്. നമ്മൾ ഇത്ര അറിവുണ്ടായിട്ട് പൊട്ടിത്തെറിക്കുന്നതിലേക്കൊന്നും നോക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ കണ്ണിലേക്ക് ഞാൻ നോക്കി സംസാരിച്ചിരുന്നില്ല എന്ന് ആ കുട്ടി ചൂണ്ടിക്കാണിച്ച് തന്നപ്പോൾ മാത്രമാണ് എനിക്ക് ബോധ്യമായതെങ്കിൽ ഞാൻ ജാതി ഭേദമുള്ള ആളാണ് എന്ന് ഞാൻ റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. പ്രായത്തിന്റെ ജാതി ഭേദം എൻ്റെ തലച്ചോറിനെ ഭരിക്കുന്നുണ്ട്. മതദ്വേഷമുള്ള ആളാണ്. നമ്മൾ പറയുന്ന ഒരു അഭിപ്രായത്തിന് വിരുദ്ധമായൊരു അഭിപ്രായം, വ്യത്യസ്തമായൊരു അഭിപ്രായം, നമ്മളുടെ ഒപ്പത്തിനൊപ്പം ഉള്ളവരോ അതിന് മുകളിലുള്ളവരോ അല്ലാതെ ഒരാൾ പറഞ്ഞാൽ നാച്ചുറലായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. അവിടെ മിണ്ടാതിരുന്നാൽ മതി, എനിക്കറിയാം എന്ത് ചെയ്യാമെന്ന്. പുറത്ത് പറഞ്ഞില്ലെങ്കിലും അകത്ത് നമ്മൾ പറയും, ചിരിച്ചുകൊണ്ട് കേൾക്കുമായിരിക്കും. അവിടെ ഗുരു പറയാണ്, ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടയണം. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെന്നോ നമ്മളെല്ലാവരും അങ്ങ് മാറണമെന്നോ ഒന്നും ഗുരു പറയുന്നില്ല. ഗുരുവിന് ബോധശാസ്ത്രം നന്നായിട്ട് അറിയാം. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല വലിയൊരു നീതികേടിതത്രേ ഗുരുവിന്റെ ഒരു പ്രയോഗമാണ്. അതായത് പരമമായിരിക്കുന്ന സത്യം എല്ലാം ഈക്വലാണ്, തുല്യമാണ്, ഒരേ ഒരു ഉണ്മയുടെ ഭാവാവിഷ്കാരമാണെന്നൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ ഉലകവും ഉള്ളതും, ഉലകം എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മളുടെ ആവിഷ്കാരങ്ങൾ, അതും അതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന സത്യം ചേർത്ത് വെക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു നീതികേട് പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും പരമാവധി എല്ലാവരെയും തുല്യതയോടെ കാണണമെന്നും നമ്മുടെ സമയത്ത് എന്നാലും ഏകദേശം പറഞ്ഞാൽ എന്തായാലും മാഷൊന്ന് പറഞ്ഞു, ഞാൻ അതിനനുസരിച്ചൊന്ന്
5:50. ഇതൊന്ന് സിറ്റിയാഴ്ച നമ്മൾ എത്ര പറഞ്ഞാലും എന്താ പറഞ്ഞു സാർ? മാനിഫെസ്റ്റേഷൻ. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല വലിയൊരു നീതികേടിതത്രേ. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ തെറ്റ് ചെയ്തു എന്നല്ല കേട്ടോ ഗുരു പറയുന്നത്, നമ്മുടെ കോൺഷ്യസ്നെസ് ഫങ്ഷൻ ചെയ്യുന്നതിലെ നീതികേടിനെ കുറിച്ച് പറയാണ്. എനിക്ക് എല്ലാവരും തുല്യതയോടെ കാണുന്നുണ്ട്. മനുഷ്യനെ മാത്രമല്ല, മനുഷ്യനും സർവ്വ ജീവജാലങ്ങളും എല്ലാം ഈക്വൽ ആണ്. ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം പരമാണുക്കളുടെ സംഘാതമാണ്. നമ്മൾ ഏത് പരിണാമപരമായി നോക്കുകയാണെങ്കിൽ ഒരു പൊതു പൂർവികനിൽ നിന്ന് രൂപപ്പെട്ടു വരികയും വ്യത്യസ്തമായ രൂപഭാവാദികളിലൂടെ പരിണമിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നും നമുക്കെല്ലാവർക്കും ഒരു പൊതു പൂർവികനുണ്ടെന്നും ആ എല്ലാ പൊതു പൂർവികർക്കും അധിഷ്ഠാനമായ ഒരു പൊതു പൂർവികത്വം ഉണ്ടെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ആള് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ ഒറ്റ ചവിട്ടിന് കൊല്ലാൻ തോന്നും. ഇതാണ് നീതികേട്. ഈ അറിവ് നമുക്കുണ്ട്. അത് ആര് പറയുമ്പോ, അതാണ് ഏറ്റവും വലിയ തമാശ. ശത്രു പറയുമ്പോഴല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ പറയുന്നു, എൻ്റെ ഭാര്യ പറയുമ്പോ, എൻ്റെ ഭർത്താവ് പറയുമ്പോ, എൻ്റെ മക്കള് പറയുമ്പോ, എൻ്റെ അച്ഛനും അമ്മയും പറയുമ്പോ, അയൽക്കാരൻ പറയുമ്പോഴല്ല. അതങ്ങനെ വേണ്ട, ഇങ്ങനെ മതി എന്ന് പറഞ്ഞ ഉടൻ നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാവം ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്ത് നമ്മളെ കാണിക്കണം. അപ്പൊ അറിയാം നമ്മളെന്താണെന്ന്. ഉലകവും ഉള്ളതുമായി കലർന്നു നിൽക്കുന്നില്ല വലിയൊരു നീതികേടിതത്രേ. വളരെ ജൈവികമായി അത്രമാത്രം നീതികേടിൽ ഫങ്ഷൻ ചെയ്യുന്ന എൻ്റെ ചിന്തയും എൻ്റെ ആശയവും എൻ്റെ വിശ്വാസവും എൻ്റെ ദൈനംദിന ജീവിത പ്രതികരണങ്ങളുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാതിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും എനിക്കതിനെ ചേർത്ത് വെക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു നോവ് നമ്മുടെ എല്ലാവരുടെയും ബോധം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും പറയാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. നമ്മൾ ആരും മോശമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവിടെ ഗുരു പറയുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ, അഘമണയാതെ അകതാരമർത്തിടണം. ഞാനിനി എവിടെ ചെന്നാലും, ഞാനിപ്പോൾ എൻ്റെ പ്രാക്ടീസ്, ഞാനിപ്പോൾ അതിന് ശേഷം ചെയ്യുന്നൊരു പ്രാക്ടീസ്, ആദ്യ സദസ്സിലേക്ക് നോക്കും, കുട്ടികൾ എവിടെയെങ്കിലും ഉറപ്പ് വരുത്തും. ഒരിക്കലും നാച്ചുറലായിട്ട് കുട്ടീനെ ഞാൻ നോക്കില്ല. എന്തറിവുണ്ടായാലും എൻ്റെ തലച്ചോറിന് നോക്കാൻ പറ്റില്ല. കാരണം അത് ഇനി ഞാൻ ശീലിച്ച് 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 എൻ്റെ ബ്രെയിനിനെ പഠിപ്പിച്ചെടുക്കേണ്ടതാണ് ആ കൾച്ചർ. ചിന്തിച്ച് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നാച്ചുറലായിട്ട് പ്രധാനപ്പെട്ടവരിലേക്ക് മാത്രം അടക്കി നിൽക്കും. ഞാൻ ബോധപൂർവം അങ്ങനെ നോക്കണം ചുറ്റും. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരിലേക്ക് അറിയാതെ എൻ്റെ തലച്ചോറ് അടക്കി പോകും. പിന്നെ നമ്മളുടെ തലച്ചോറ് അയാളെ മാത്രം നോക്കി സംസാരിക്കും. അവിടെ നിന്ന് ഞാനത് പറിച്ചു കൊണ്ടുപോകണം. ഈ പറിച്ചു കൊണ്ടുപോയിട്ട് സർവരിലേക്ക് നോക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെ അകമണയാതെ അകതാരമർത്തണം. എൻ്റെ തലച്ചോറ് നാച്ചുറലായി ഇവിടെ ഇരിക്കുന്ന കുറച്ച് എന്നെ ശ്രദ്ധിക്കുന്ന കുറച്ച് ആളുകളിൽ മാത്രം മുടക്കി പോകുമ്പോൾ അതിൽ നിന്ന് അതിനെ വലിച്ചു പറിച്ച് സർവരിലേക്കും പ്രസരിപ്പിക്കണമെങ്കിൽ അകമണയാതെ അകതാരമർത്തണം. ഞാൻ എൻ്റെ ശീലിച്ച് ശീലിച്ച് ഉറച്ചു പോയ ശരിയാണ് അകം എന്ന് പറയുന്നത്. അതിനെ പൂർവ്വവാസന എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ പറയാം. അത് പുറത്തേക്ക് വരാതെ അകതാരമർത്തി, ചിന്ത കൊണ്ട് അകതാരമർത്തി അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്ന് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം എന്നെ പ്രാക്ടീസിലൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഓരോ നിമിഷവും. ഞാൻ സ്ഥിരം പറയുന്നൊരു ഉദാഹരണം ഗുരുനിത്യ പറഞ്ഞത്, നിങ്ങൾ 50 കൊല്ലം പല്ല് തേച്ചാലും 51ാമത്തെ കൊല്ലം ആദ്യത്തെ ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ വായ നാറും. നമ്മൾ ആരും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടമാണ്. ദിവസം എണീറ്റ് മലമൂത്ര വിസർജനം നടത്തണം, ദിവസം എണീറ്റ് പല്ല് തേക്കണം, ദിവസം എണീറ്റ് മുഖം കഴുകണം, ദിവസം എണീറ്റ് വസ്ത്രം ധരിക്കണം. ഇതെന്തൊരു കഷ്ടമാണെന്ന് ഇന്ന് വരെ നമ്മളാരും പറഞ്ഞിട്ടില്ല.
നമ്മൾ ദിവസവും രാവിലെ എണീക്കുന്നു, ദിവസവും പല്ല് തേക്കുന്നു. എന്താണ് ദിവസവും പല്ല് തേച്ചിട്ടും ഒരിക്കലും പല്ല് തേക്കാതെ തന്നെ വായ നാറാത്തൊരവസ്ഥ എനിക്ക് വരാത്തത് എന്ന് നമ്മൾ ഇന്ന് വരെ കരഞ്ഞു പറഞ്ഞിട്ടില്ല. കോൺഷ്യസ്നെസ്സും അങ്ങനെയാണ്. സദാ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ഇക്വാലിറ്റി, സമത്വം, തുല്യത ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നും നമ്മൾ എത്ര ഏത് നിമിഷവും കൈവിട്ടു പോകാവുന്ന ഏറ്റവും പ്രാകൃതത്വത്തിലേക്ക് വീണു പോകാവുന്ന ബോധത്തിന്റെ ഉടമകളാണ് നമ്മൾ. മനുഷ്യന്റെ ആദിമ പ്രാകൃത സംസ്കാരം മുതൽ കുറച്ചും കൂടി വിൽബ്രൈസനൊക്കെ പോലെയുള്ള ശാസ്ത്ര സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവൻ ഏതെല്ലാം ജീവരൂപങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, മനുഷ്യൻ ഏതെല്ലാം സംസ്കൃതികളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, ആ ജീവപരിണാമ ശൃംഖലയുടെ മുഴുവൻ സംസ്കാരങ്ങൾ പേറുന്ന കോൺഷ്യസ്നെസ് ആണ് നമ്മുടേത്. ഒരുപാട് 10,000-കണക്കിന് അപ്ഡേഷൻസ് കടന്ന് മനുഷ്യരെയും സർവപ്രപഞ്ചത്തെയും ഒന്നായി കാണണമെന്ന് പറയുന്ന വിശാലമായ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് നമ്മളുടെ ബോധം വന്ന് എത്തി നിൽക്കുന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ നിന്റെ ശത്രുവാണെന്ന് സദാ തോന്നിക്കുന്ന എൻ്റെ പ്രാകൃതമായ സംസ്കാരവും യാതൊരു മങ്ങലുമേൽക്കാതെ അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം പുതിയ അപ്ഡേഷൻസ് ഉണ്ടാകുമ്പോൾ പഴയ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ആയി പോകാത്ത ഏക ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. പൂച്ചക്ക് അങ്ങനെയല്ല, നായക്ക് അങ്ങനെയല്ല. ഈ പരിണാമയാത്രയിൽ നായയിൽ ഒരു നായത്വം ഉറച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ ഈ രാജവെമ്പാലനെ എനിക്ക് പിടിക്കുന്നത് കാണണം, അതിനൊന്ന് അടുത്ത് കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടില് ബഷീർ എന്ന് പറഞ്ഞിട്ട്, വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ രാജവെമ്പാലുള്ള സ്ഥലങ്ങളിൽ വന്നു. അപ്പോൾ ബഷീർ പാമ്പിനെ പിടിക്കുന്ന ആളാണ്. ഞാൻ ബഷീറിനോട് പറഞ്ഞു, ബഷീർ എപ്പോഴെങ്കിലും ഒരു രാജവെമ്പാലനെ പിടിക്കുമ്പോൾ എന്നൊന്ന് വിളിക്കണം, എനിക്കൊന്ന് നീ അത് കാട്ടിൽ കൊണ്ടുപോയി വിടുന്നതെന്ന് കാണണം. അങ്ങനെ ഒരിക്കൽ അവനെ പിടിച്ച്, ഞാനിവിടെ വയനാട്ടിലുള്ളപ്പോൾ അവൻ അതിനെ പിടിച്ച് കാട്ടിൽ അവൻ കാട്ടിൽ അതിനെ കളിപ്പിച്ച് അതിനെ ഒഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ ഉമ്മൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്നു. പിന്നെ അവനോട് ചോദിച്ചു എങ്ങനെയാണത് പറ്റുന്നത്. അപ്പോൾ വയനാട്ടിൽ ഏത് കാട്ടിൽ ഏത് ജീവി ഏത് മുൾവേലിയിൽ കുടുങ്ങിയാലും ഏത് ജീവിയായാലും ബഷീറാണ് പോയിട്ട്, അത് പ്രധാനപ്പെട്ട ഒരാൾ ബഷീറാണ് അതിനെ പിടിച്ചിട്ട് അഴിച്ചു വിടുക. ഇന്ന് വരെ വളരെ അപൂർവമായിട്ട് മാത്രമേ അപകടം പറ്റിയിട്ടുള്ളൂ. പിന്നെ അവനോട് ചോദിച്ചത് എങ്ങനെ പറ്റുന്നു. അവൻ പറയണു, ഒരു 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഒരു രാജവെമ്പാല എപ്പോഴൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ പറയാം, അത് വിട്ടിട്ട് അത് പ്രതികരിക്കില്ല. അതിന്റെ സോഫ്റ്റ്വെയർ മനസ്സിലാക്കാൻ 10 മിനിറ്റ് മതി. ഏത് ജീവിയുടെയൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഫങ്ഷൻ ചെയ്യുന്ന, അത് കൃത്യമായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. അത് തെറ്റിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ നിന്ന് കടി കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു ജീവിയുള്ളൂ, അത് മനുഷ്യനാണ്. നമ്മൾ തന്നെ പറയാറില്ലേ, എന്നോട് സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കെന്നെ അറിയില്ല. ഇത് നമ്മൾ ചിന്തിക്കാത്തവരായിട്ടാണ് നമ്മൾ പറയുന്ന വാക്കാണിത്. ഇതൊരു സത്യമായ ശാസ്ത്രീയ വാക്യമാണ്. നിങ്ങൾ ഓക്കെ ആരോടാണ് ഇത് പറയുക? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെ സ്വഭാവം എനിക്കെന്നെ പിടിക്കില്ല. അതുകൊണ്ട് നീ ഒന്ന് നോക്കി എന്നോട് മിണ്ടണം. നമ്മൾക്ക് ഇത്ര അറിവുണ്ടായിട്ടും ഇത്ര വെളിച്ചുണ്ടായിട്ടും നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ അടിമപ്പെട്ടു പോയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഉടമകളാണ്. ഇത് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഭാവത്തിനാണ് വിനയം എന്നൊക്കെ പറയുന്നത്. നമ്മൾ അത്രമാത്രം അടിമകളാണ്. നമ്മളുടെ നൂറ്റാണ്ടുകളായി അടിഞ്ഞുകൂടി കിടക്കുന്ന പരിണാമപരമായി രൂപപ്പെട്ടു വന്ന ബോധ സ്വഭാവത്തിന്റെ അടിമകളാണ് നമ്മൾ. അതുകൊണ്ട് ഗുരു പറയുന്നത് ഒരേ ഒരു പ്രാക്ടീസാണ് ഗുരു പറയുന്നത്. ഒന്ന്, അകമണയാതെ അകതാരമർത്തണം. പഴയ ശീലിച്ചുറച്ച സംസ്കാരം നമ്മുടെ ബോധത്തിൽ ഉണർന്നു വരുമ്പോൾ അതിനെ പുറത്തേക്ക് ഒഴുക്കി വിടാതെ അകത്തേക്ക് അമർത്തി തന്നെ വെക്കണം. എന്നിട്ട് അങ്ങനെ അതൊരു ഭാഗത്തെ പ്രാക്ടീസാണ്. രണ്ടാമത്തെ പ്രാക്ടീസ്, ഞാൻ ഈ ശീലിച്ച് ഉറച്ച എൻ്റെ ഈ സംസ്കാരത്തിന്, എന്നെ തന്നെ ഉപദ്രവിക്കുന്ന ഈ സംസ്കാരത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴി കമ്പലേഷനാണ്. എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനെ അത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ്
അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അതായത് അപരൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്നിൽ നിന്ന് അന്യമല്ലാത്തവെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അന്യമാണെന്നാൽ പരനാണ് അന്യൻ. പക്ഷെ തന്നിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നതും എന്നാൽ തനിക്ക് അന്യമെന്ന് തോന്നുന്നതുമായതേതോ അതിനെയാണ് നമ്മൾ അപരൻ എന്ന് പറയുന്നത്. സത്യത്തിലല്ല, ഞാൻ തന്നെയാണ്. അത് ഞാനൊരു മനോഹരമായിട്ടുള്ള ഒരു സാധനം, ഒന്നിനോട് ഇഷ്ടം തോന്നുന്നത്, നമുക്ക് എന്തിനോടെങ്കിലും ഇഷ്ടം തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ഇഷ്ടമായത് സ്വന്തമാക്കാൻ തോന്നുന്നത് അത് നമ്മളിൽ നിന്ന് അന്യമാണെന്ന് കരുതുന്നത് കൊണ്ടാണ്. കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം പറയുന്നതാണ്. നമുക്കത് അറിയില്ല. അപ്പുറത്തിരിക്കുന്നത് തന്നിൽ നിന്ന് അന്യമല്ല അപ്പുറത്തിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ കവിത കൊണ്ട് ഫീൽ ചെയ്യുള്ളൂ. കവിത കൊണ്ട് ഫീൽ ചെയ്യുന്നതൊന്നും എക്സിസ്റ്റൻസിന് ഒരു ഗുണം ചെയ്യില്ല. പ്രവൃത്തിയിലൂടെ ഫീൽ ചെയ്യണം. പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കവിത സഹായിക്കുന്നില്ലെങ്കിൽ ആ കവിത നിർജീവമാണ്. അതുകൊണ്ടാണ് പുസ്തകം വായിച്ച ലോകത്ത് ഒരാൾ നന്നായിട്ടില്ല എന്ന് പറയുന്നത്. പ്രവർത്തിച്ചിട്ടേ നന്നായിട്ടുള്ളൂ. ഞാൻ ഈ പുസ്തകം വായിച്ച് അടച്ചു വെച്ച് എൻ്റെ പുറത്ത് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം നിവർത്തിക്കാനുള്ള ഒരു ചെടിയോ ഒരു നായയോ ഒരു പൂച്ചയോ ഒരു മനുഷ്യനോ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി എനിക്കാവും വിധം ആ ജീവിയെയോ മനുഷ്യനെയോ ഞാൻ സപ്പോർട്ട് ചെയ്ത് തിരിച്ചു വന്നാൽ മാത്രമേ ആ കവിത എന്ന അപ്പം പൂർത്തിയാവുള്ളൂ. സ്നേഹം നമ്മളുടെ ബോധത്തിൽ ഉണരുന്നത് പാതി ബന്ധ അപ്പം മാത്രമാണ്. നമ്മുടെ ബോധത്തിൽ കരുണയും സ്നേഹവും ദയയും ഒക്കെ ഉണർന്നു വരും. സിനിമ കണ്ടാൽ, കവിത വായിച്ചാൽ, നല്ല പുസ്തകം വായിച്ചാൽ, പാവങ്ങളൊക്കെ വായിച്ചാൽ നമ്മൾ ഇരുന്ന് കരയും. പക്ഷെ അതൊക്കെ പാതി ബന്ധ അപ്പമാണ്. അതൊരു പൂർണ്ണ അപ്പമായിട്ട് മാറണമെങ്കിൽ എൻ്റെ ടെറിട്ടറിക്ക് വെളിയിലുള്ളതിനെ പോയിട്ട് ഞാൻ തൊടണം, എന്നെ പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുന്നതിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് അപരന് വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യുക. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് പോയി ചെയ്യണം. എനിക്ക് ആത്മസുഖത്തിനായി മാത്രം ഞാൻ എന്ത് ചെയ്താലും എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഏരിയയെ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂ. ഇനി മനുഷ്യ സ്നേഹത്തെ കുറിച്ച്, മനുഷ്യൻ നമ്മളെ സ്നേഹിച്ചാൽ, മനുഷ്യരുടെ സ്നേഹം എത്ര കിട്ടിയാലും അത് ഫുൾഫിൽ ചെയ്യുന്ന ചെറിയൊരു സ്പേസ് മാത്രമേ നമ്മുടെ ബ്രെയിനിലുള്ളൂ. കാരണം മനുഷ്യന്റെ സ്നേഹം നമുക്ക് അത്ര അധികം വേണ്ട, കുറച്ച് മതി. അവിടെ ഒരാൾ സ്നേഹത്തോടെ ഒരു ഫോൺ വിളിച്ചാൽ നമ്മൾ ഓക്കെയാണ്. പിന്നെ മനുഷ്യന്റെ സ്നേഹമല്ല നമുക്ക് വേണ്ടത്. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ ജീവിത സങ്കല്പങ്ങൾ മുഴുവൻ വെറും മനുഷ്യ കേന്ദ്രീകൃതമായി പോയി എന്നതാണ്. നമ്മൾ മനുഷ്യേതരമായ ജീവജാലങ്ങളുമായും സ്നേഹവും കരുണയും സഹാനുഭൂതിയും പങ്കുവെക്കുന്നതിലേക്ക് നമ്മുടെ ബോധത്തെ അഴിച്ചുവിടേണ്ടതുണ്ട്. അതിൽ മാത്രം പീസ്ഫുൾ ആവുന്ന ഇടങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരിൽ മാത്രം കെട്ടപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന് ഇഷ്ടമല്ല. കാരണം മനുഷ്യന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യരെപ്പോഴും അലഞ്ഞു തിരിഞ്ഞിരുന്നു വരും. മനുഷ്യരുടെ കൂട്ടത്തോട് മാത്രമല്ല, ഒറ്റപ്പെട്ട് പ്രകൃതിയോടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടന്ന് അലഞ്ഞു തിരിഞ്ഞിരുന്ന അതൊക്കെ ആ സെൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഉണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് പിന്നീട് മനുഷ്യർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് സദാ മനുഷ്യരെ മാത്രം കണ്ട് ജീവിക്കേണ്ടി വന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഇടയ്ക്ക് നമ്മളുടെ ശരീരത്തെ ഒറ്റക്കാക്കൽ നമ്മുടെ സമാധാനത്തിന് ആവശ്യമാണ്. ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഒരാളുടെ കൂടെ തന്നെ, ഞാനൊരു സൈഡിലൂടെ പറയുന്നേ ഉള്ളൂ കേട്ടോ, ഒരു മനുഷ്യന്റെ ശരീരത്തിനൊപ്പം മറ്റൊരു മനുഷ്യന്റെ ശരീരം ഒരു നിശ്ചിത സമയത്തിൽ കൂടുതൽ ഇരുന്നാൽ അറിയാതെ ഇറിറ്റേഷൻ വരും. എത്ര സ്നേഹത്തിലാണെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മളൊരു സ്പേസ് ഇട്ട് കൊടുക്കണം. സ്നേഹമുള്ള മനുഷ്യരെപ്പോഴും ആ മനുഷ്യരോട് മാത്രം ചേർന്നിരുന്നാൽ അസ്വസ്ഥത ഉണ്ടാവും. ഗുരു കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതിയപ്പോൾ ആ ക്ലാസ്സിൽ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ മാത്രം സ്നേഹിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് മാത്രം
എപ്പോഴും സ്നേഹം തോന്നണമെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് പണിക്ക് പോകുമ്പോൾ നിങ്ങൾ ആരോടൊക്കെയാണോ ഇടപഴകുന്നത് അവരോടൊക്കെ മര്യാദക്ക് പെരുമാറി തിരിച്ചു വന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കൂടെ സ്നേഹത്തിലിരിക്കാൻ പറ്റും. അതായത് സാമൂഹിക ബോധമില്ലാത്ത, സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത, തൻ്റെ വീടിന് വെളിയിലുള്ളവരോട് പെരുമാറുമ്പോഴും അത് എൻ്റെ വീട്ടിലുള്ളവരോട് സ്വസ്ഥമായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന ഇടത്തൊക്കെ ഞാൻ പരമാവധി മര്യാദയിലും സഹാനുഭൂതിയിലും സ്വസ്ഥതയിലും പെരുമാറി കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വീട്ടുകാർക്ക് സ്വസ്ഥത ഉണ്ടാവും. ഒന്നും പറയണ്ട. നമ്മൾ നമ്മുടെ വീടിന് പുറത്ത് ഒരാൾക്കെങ്കിലും ഒരു നന്മ പകർന്നു കൊടുത്താണ്, ഒരാളോടെങ്കിലും കരുണയോടെ പെരുമാറിയിട്ടാണ്, ഒരാൾക്കെങ്കിലും നമ്മളിലുള്ളതിൻ്റെ ഒരു പങ്ക് പകർന്നു കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ പ്രസൻസ് ആ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥതയായിട്ട് മാറും. അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും നമ്മുടെ മുഖത്ത് മുഴുവൻ ഉണ്ടാകുക. കരുണയില്ലായ്മയാണ്, അലിവില്ലായ്മയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് നാം നമ്മളെ തടഞ്ഞു വെച്ചതാണ് നമ്മൾ ജീവിതത്തിൽ ഇമ്പം അനുഭവിക്കാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ കാരണമെന്നാണ് ഗുരു പറയുന്നത്. അരുളാൽ വരും ഇമ്പം, അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. നമ്മൾ അനുഭവിക്കുന്നല്ല, നമ്മൾ എന്നെ നോക്കിയാൽ അറിയാം. ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മയുടെ ഉദാഹരണം പോകുന്നവർക്കൊക്കെ പറയും. എൻ്റെ ആദ്യത്തെ ഗുരുവാണ് എൻ്റെ ഉമ്മ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൽ ഭിക്ഷക്കാർ വരും. വീട്ടിൽ ഭിക്ഷക്കാർ വരുമ്പോൾ ഉമ്മ അകത്ത് പോയി ഒരു നാഴി അരി എടുത്ത് ഒരു മുറത്തിലിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വിളിക്കും. ഞങ്ങളെ വിളിച്ചിട്ട് രണ്ടറ്റവും ഞങ്ങൾ 4 വയസ്സും 5 വയസ്സും പ്രായമുള്ള ഞങ്ങൾ കുട്ടികളെ അവരെ പിടിപ്പിക്കും. എന്നിട്ട് അവരുടെ മടിക്കുത്തഴിച്ചിട്ടാണ് അവരിങ്ങനെ കാണിക്കുക. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇപ്പോഴും എൻ്റെ തലച്ചോറിൽ ആ അരി ചെന്ന് വീഴുന്ന സെറുന്നുള്ള ശബ്ദമുണ്ട്. അതങ്ങ് വീണ് കഴിഞ്ഞിട്ട് ആ അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ തലയിൽ തലോടി മോനെ നന്നായി വരും കേട്ടോ എന്ന് പറയും. അന്ന് എൻ്റെ ഉമ്മ എന്നോട് ഖുർആനൊന്നും അധികം ചൊല്ലി പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബിയുടെ ചരിത്രമൊന്നും അധികം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്നും എൻ്റെ ഉള്ളിൽ പകർന്നു കൊടുക്കുന്നിടത്താണ് നമ്മളിലുള്ളത് എന്താണോ അത് അത്യാവശ്യക്കാരായവരിലേക്ക് പകർന്നു കൊടുക്കുന്നിടത്താണ് ജീവിതത്തിൻ്റെ ധന്യത ഇരിക്കുന്നത് എന്ന് ഇന്നും വളരെ തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു 10 ആളെ എന്നോട് എടുത്ത് കാണിക്കാൻ പറയാൻ എൻ്റെ ഉമ്മാനെയാണ് പറയാം. എൻ്റെ ഉമ്മ എല്ലാ മാസവും എന്നെ വിളിക്കും. വിളിച്ചിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്, നീ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല, നിന്റെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ അടിമുട്ടിയുടെ മോൻ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണു, അവനിപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കാൻ എനിക്ക് ഒരു സമാധാനമില്ല, എങ്ങനെയെങ്കിലും നീ ഒരു 15,000 രൂപ സംഘടിപ്പിച്ചായിരുന്നു. ഇന്നും ഉമ്മയുടെ ചുറ്റും ഒരു 15 ആളെങ്കിലും പ്രശ്നക്കാരായിട്ട് ഉമ്മയുടെ അടുത്ത് വരികയും ആ 15 ആൾക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഉമ്മാക്ക് ഇന്നും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 30,000 രൂപയെങ്കിലും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് സംഘടിപ്പിച്ച് ഉമ്മാക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ്. ഇതെന്ത് തുടങ്ങിയതല്ല, ഉമ്മാക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആ ഒരു വെളിച്ചം, ആ ഒരു തൃപ്തി, ആ ഒരു സമാധാനം ഞാൻ ഉമ്മയുടെ മുമ്പിൽ ഇപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീടൊക്കെ വിട്ടുപോയി ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഞാൻ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം. അപ്പം അന്ന് വീട്ടിൽ ക്ലാസ് എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഗൂഗിൾ മീറ്റാണ്, എല്ലാവരും വീഡിയോയിൽ വന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാൻ വീട്ടിലാണ്, അപ്പോൾ നിങ്ങൾക്ക് ഉമ്മാടെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര നാണൊക്കെയാണ്, എന്നാലും ഞാൻ ഉമ്മയെ പിടിച്ചുകൊണ്ടെന്ന് ഇരുത്തി. അപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചു. ഒരു കൈലാസ് എന്ന് പറയുന്ന വടകരയിലുള്ള എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ഉമ്മ ഇപ്പം മോനിങ്ങനെ നാടൊക്കെ വീടൊക്കെ വിട്ട് ഉമ്മാനെ വീട്ടൊക്കെ ഉപേക്ഷിങ്ങനെ അലഞ്ഞ് നടക്കുകയാണല്ലോ, പലരുടെ അടുത്തും പലതും പോയി പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അവൻ ഇനിയിപ്പോൾ നാളെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഈ സാമൂഹ്യ പ്രവർത്തനവും ഈ പുസ്തക എഴുത്തും ഈ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് ഉമ്മാടെ കൂടെ തന്നെ വന്ന് ഉമ്മാനെ നോക്കി വീടും നോക്കി ഇങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഉമ്മ ഹാപ്പി ആവും. ഉമ്മ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചളഞ്ഞു. ഉമ്മ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഹാപ്പി, എനിക്ക് മാത്രമായിട്ട് അവനെ വേണ്ട, പക്ഷെ അവനിങ്ങനെ ഇടയ്ക്കൊന്നും വന്നാൽ മതി. നിങ്ങളോടൊക്കെ ഈ ചെലവഴിക്കുന്ന അവൻ ഇടയ്ക്ക് കൂടി എൻ്റെ അടുത്ത് വരുമ്പോഴേ എനിക്ക് ഹാപ്പി ഉള്ളൂ. അത് ഈ ഗുരു പറയുന്ന
അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരയണമെന്ന് പറയുന്ന ഒരു ദർശനം 100% ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ. ഉമ്മതൊന്നും വായിച്ചു പഠിച്ചിട്ടൊന്നുമില്ല. അത് അവർ ഒരിക്കൽ പോലും ഉമ്മാനെ മാത്രം, ഉമ്മയുടെ കുടുംബത്തെ മാത്രം സെന്ററാക്കി ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് ഞാൻ ഉമ്മാനെ അനുഭവിക്കുന്നുണ്ട്. ഉമ്മ അങ്ങനെ വലിയ പ്രാർത്ഥനയുടെ ആളോ ധ്യാനത്തിന്റെ ആളോ ഒന്നല്ല, പക്ഷെ പീസ്ഫുൾ ആണ്, ഉള്ളിൽ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ ബോധത്തിന്റെ സ്വാസ്ഥ്യം ഇരിക്കുന്നത് എനിക്ക് ആത്മസുഖത്തിന് ആചരിക്കുന്ന എൻ്റെ ചിന്തയും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും ഏതെങ്കിലും തരത്തിൽ എനിക്ക് ചുറ്റുപാടുമുള്ളവർക്ക് സ്വസ്ഥത നൽകുന്ന തരത്തിൽ ഞാനത് പ്രസരിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കൽ പോലും നമ്മളുടെ തലച്ചോറിൽ സ്വാസ്ഥ്യം അനുഭവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. കഴിഞ്ഞ 75 വർഷമായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ റിലേഷൻഷിപ്പ് എന്ന ഒരു സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഗവേഷണം അവസാനം കൊണ്ടെത്തിച്ചത് ലോകത്തിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന മനുഷ്യർ, സന്തോഷമുള്ള മനുഷ്യർ, അവർ റിസർച്ചാണ്, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവര് ഒരു നിഗമനത്തിലെത്തിയത് ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി, ബന്ധങ്ങൾ കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി, ബന്ധങ്ങളിലെ ഇണക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തൻ്റെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും സദാ ശ്രദ്ധയോടെ ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ബ്രെയിനിന് വാർദ്ധക്യം ബാധിക്കുന്നില്ല എന്നാണ്. അവരെ 780ഓളം ആളുകളെ വെച്ചിട്ട് 75 വർഷം മുമ്പ് തുടങ്ങിയ പരീക്ഷണമാണ്. അതിൽ കുറേ പേര് മരിച്ചുപോയി. അവസാനം ഒരു നിഗമനത്തിൽ എത്തിയിരിക്കണം. അതിന്റെ 3ാമത്തെ ഡയറക്ടറായിട്ടിരിക്കുന്ന ആളാണ് ആ നിഗമനം മുമ്പോട്ട് വയ്ക്കുന്നത്. ധനം സമ്പാദിക്കുന്നത് കൊണ്ടോ, ധ്യാനിക്കുന്നത് കൊണ്ടോ, പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, അറിവ് നേടുന്നത് കൊണ്ടോ, കലാസാഹിത്യ സംഗീതാദികൾ മുഴുകുന്നത് കൊണ്ടോ അല്ല ഒരാളുടെ ബ്രെയിൻ ഹാപ്പിനെസ് നിലനിർത്തുന്നത്. ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കുന്നത്, ഏകാന്തത അനുഭവിക്കാത്തത്, തലച്ചോറിൽ ശരീരത്തിൽ വാർദ്ധക്യം ബാധിക്കുമ്പോഴും തലച്ചോറ് യൗവനയുക്തമായിരിക്കുന്നത് ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി സദാ ശ്രദ്ധയോടെ ജീവിച്ച മനുഷ്യരിലാണെന്നാണ്. അതാണ് ഗുരു. അപരന് വേണ്ടി അഗ്നിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിരുന്നുവെന്നും ഒരുവനു നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി. നമ്മളൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ചേർന്നിരിക്കുന്നവരെല്ലാം എൻ്റെ ഇഷ്ടത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന മനുഷ്യരാണ്. എൻ്റെ ഇഷ്ടത്തിനെതിരായി ചെറുതായി ഒന്ന് വിരലനക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും പൊട്ടിത്തെറിക്കുന്ന ബോധത്തിൻ്റെ ഉടമകളാണ് ഇപ്പോഴും നമ്മൾ. അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കാത്ത ബോധത്തിൻ്റെ ഉടമകളാണ്. അവിടെ എൻ്റെ അഭിപ്രായം പോലെ തന്നെ അവരുടെ അഭിപ്രായത്തിനും പ്രസക്തി ഉണ്ടെന്നും, എന്നെപ്പോലെ തന്നെ പ്രായത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, വരുമാനത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, ലിംഗത്തിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, അറിവിൽ പ്രശസ്തിയിൽ ഒക്കെ കുറഞ്ഞിരിക്കുന്നുണ്ടാവാം, പക്ഷെ എന്നെപ്പോലെ തന്നെയുള്ള വ്യക്തികളാണ് അവരെന്നും തിരിച്ചറിഞ്ഞ് എൻ്റെ ജൈവികമായ പ്രാകൃത സ്വഭാവം, യാതൊരു തുല്യതയുമില്ലാത്ത സ്വഭാവം പലതരത്തിലുള്ള പ്രതികരണങ്ങളുമായി ബോധത്തിൽ ഉണർന്നു വരുമ്പോൾ ആ അകമണയാതെ അകതാരമർത്തി ഞാൻ എൻ്റെ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും സുഹൃത്തുക്കൾക്കും കൂടി സമാധാനം നൽകുന്ന തരത്തിൽ പ്രതികരണമായി വരാനുള്ള ഒരു ശ്രദ്ധ ഞാൻ എൻ്റെ ബോധത്തിൻ്റെ മുകളിൽ പുലർത്തുമ്പോൾ മാത്രമാണ് ഞാൻ കൊള്ളാവുന്ന മനുഷ്യനാവുക. അതിന് അകമണയാതെ അകതാരമർത്തേണ്ടതുണ്ട്. ഞാൻ ക്ഷമയോടെ ജീവിക്കേണ്ടതുണ്ട്, ശ്രദ്ധയോടെ ജീവിക്കേണ്ട, ബോധപൂർവം ഞാൻ ആ കുട്ടിയെ നോക്കേണ്ടതുണ്ട്, അവരെ പരിഗണിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ പോണ സ്ഥലത്തൊക്കെ പറയുന്നത്, ഞാനിപ്പോൾ കഴിഞ്ഞൊരു അവസാനം നടത്തിയ ഒരു 15 പ്രഭാഷണത്തിലും പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് യൂട്യൂബൊക്കെ സജീവമായ സമയത്ത് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനുണ്ട്. അവൻ്റെ അമ്മ അവന് വഴക്ക് പറഞ്ഞപ്പോൾ അവൻ ആ മൊബൈല് അമ്മ കാണാതെ എടുത്തിട്ട് ജനലിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഞാനിതിപ്പോൾ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി കുറേ തപ്പി, അത് കാണുന്നില്ല, ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ നാരായണഗുരുവിന്റെ ദർശനം ഏറ്റവും ആഴത്തിൽ പറയാൻ പറ്റിയൊരു കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൻ പറയണം, അവർ
തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇന്ന് അമ്മയുടെ പ്രിയപ്പെട്ട ഒരു ഗ്ലാസ് എൻ്റെ കൈ തട്ടി വീണ് പൊട്ടി. അതിന് അമ്മ എന്നെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നിനക്കൊക്കെ ജന്മം നൽകിയ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൊട്ടിത്തെറിച്ചിട്ട് എന്നോട് ചീത്ത പറഞ്ഞത്. അമ്മയ്ക്ക് സങ്കടമായത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞത് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. പക്ഷെ എൻ്റെ ചോദ്യം, ആ കുട്ടി ചോദിക്കുകയാണ്, എൻ്റെ ചോദ്യം, അമ്മയുടെ കൈ തട്ടിയാണ് ആ ഗ്ലാസ് പൊട്ടിയിരുന്നെങ്കിൽ അമ്മ എന്നെ ചീത്ത പറഞ്ഞതുപോലെ അമ്മയെ അമ്മ ചീത്ത പറയൂ? അമ്മ എന്തായിരിക്കും പറയാ? ഷോ, അറിയാതെ കൈതട്ടി പൊട്ടി എന്ന് പറയും. ഞാൻ അറിഞ്ഞിട്ടാണോ കൈതട്ടി പൊട്ടി? അമ്മ അങ്ങനെ പറയും. ഇനി അച്ഛൻ്റെ കൈതട്ടിയാണ് പൊട്ടിയതെങ്കിൽ എന്താ പറയുക? ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞ പോലെ അമ്മ പറയില്ല. മൂന്നാമതാ കുട്ടി പറഞ്ഞതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. മൂന്നാമതാ കുട്ടി പറഞ്ഞത്, വീട്ടിലൊരു ഗസ്റ്റ് വന്നെന്ന് കരുതുക. ആ ഗസ്റ്റിന്റെ കൈ തട്ടിയിട്ടാണ് അത് വീണ് പൊട്ടിയതെങ്കിൽ അമ്മ എന്താ ചെയ്യാം? ആദ്യം ചാടി വീണ ഗസ്റ്റിനെ ആശ്വസിപ്പിക്കും. ഇവിടെ ആദ്യം ഗസ്റ്റിനോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഗസ്റ്റ് സ്വാഭാവികമായിട്ട് അസ്വസ്ഥാവൂലോ, നിങ്ങൾ വിഷമിക്കണ്ട, ഗ്ലാസ് ആയാൽ പൊട്ടും. അതിപ്പോ താഴെ വീണ് പൊട്ടിയാലോ 150 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ബേജാറാവേണ്ട കാര്യം, അത് വീണ് പൊട്ടി സാരില്ല, നിങ്ങൾ അവിടെ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞ് അമ്മ ചൂലക്കായി വന്ന് ആ ചൂലുകൊണ്ട് ആ ഗ്ലാസിന്റെ പൊട്ടിയതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വളരെ കൂളായി അയാളുടെ ഇരുന്ന് വർത്താനം പറയും. അയാൾ ഒരിക്കലും അസ്വസ്ഥമാവാൻ അനുവദിക്കില്ല. അതാണ് എൻ്റെ ചോദ്യം. ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാത്രം വീട്ടിൽ അതിഥിയായി വരുന്ന ആ ആളോട് ഇത്ര മര്യാദക്ക് അമ്മ പെരുമാറുന്നു. ഒരു ജീവിതകാലം മുഴുവൻ കൂടെ കഴിയേണ്ട എന്നോട് എന്തിനാണ് ഇത്ര മോശമായിട്ട് പെരുമാറുന്നത്? എന്താ പറഞ്ഞിട്ട് അത് ഓഫ് ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ മര്യാദയോടെ നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായാലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ ആൾ ആരാണോ അയാൾ അസ്വസ്ഥമാവാൻ അനുവദിക്കാതെ അയാളെ സ്വസ്ഥമാക്കി ഇരുത്തിക്കൊണ്ട് വളരെ ഋഷിതുല്യമായി ബുദ്ധ സമാനമായി പെരുമാറുന്ന ഒരാൾ നമ്മളുടെ ഉള്ളിലുണ്ട്. ഇല്ലാതെയല്ല, ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഇടപഴകാൻ കഴിയുന്ന ഇടങ്ങളിലൊന്നും ബുദ്ധൻ വർക്ക് ചെയ്യില്ല. അവിടെ വർക്ക് ചെയ്യ പ്രാകൃതത്വമാണ്. അവിടെയാണ് ഗുരു പറയുന്ന അകമണയാതെ അകതാരമർത്തിടേണം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നമ്മളിൽ ഉണ്ടായി വരണം. അവിടെ നിന്നാണ് അത് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മളിൽ ഇല്ലാത്തൊന്നും വരില്ല. ലോകത്ത് ഒരാളും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ അപൂർവമായിട്ടേ ഉള്ളൂ. ഞാനെപ്പോഴും പറയും, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മലർന്നു കിടക്കുന്ന കുഞ്ഞ് കമിഴ്ന്നു കിടന്ന് 2 കാലിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ എത്ര മൂക്കിടിച്ച് വീണും തലയിടിച്ച് വീണും മുട്ടിടിച്ച് വീണും എത്ര വീഴ്ചകളിലൂടെയാണ് 2 കാലിൽ നടക്കുന്നത്. അതിലൊരു വീഴ്ച പോലും തെറ്റാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. ആ വീഴ്ചയിലൂടെ അല്ലാതെ 2 കാലിൽ നടക്കാൻ പറ്റില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഓരോ വീഴ്ചയെയും ആ വീഴുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിക്കണം നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്രോത്സാഹിപ്പിച്ച് 2 കാലിൽ നടത്താനുള്ള സ്വയം ഉണരാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഗുരുദത്ത് എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, വീഴുന്നത് ജൈവികമായ ഒരു തെറ്റല്ല, സ്വാഭാവികമാണ് വീഴുക എന്ന് പറയുന്നത്. എഴുന്നേറ്റ് നടക്കാതിരിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് തെറ്റ്. അതുകൊണ്ട് വീഴുന്നവരെ ഒരിക്കലും കുറ്റം പറയരുത്, അത് നാച്ചുറലാണ്. വീണെടുത്ത് തന്നെ അനങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുറ്റം പറയാവൂ. എഴുന്നേറ്റ് നടക്കൂ എന്നാണ് പറയേണ്ടത്. നീ എന്തിനു വീണു എന്ന് ഒരിക്കലും ഒരാളോട് ചോദിക്കരുത്. നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നിരന്തരം പറയുന്നത് നീ എന്തുകൊണ്ട് തോറ്റു എന്നാണ്. നമ്മൾ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാവരോടും പറയുന്നത്, നമുക്ക് താഴെയുള്ള എല്ലാവരോടും പറയുന്നത് നീ തോറ്റതിനാണ് നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒപ്പവും മുകളിലുള്ള ഒരാളുടെ കുറവും നമ്മൾ കുറവായി പറയുകയല്ല ചെയ്യാം. അത് സാരല്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറയാം. നമുക്കൊപ്പത്തിനൊപ്പവും നമുക്ക് മുകളിലുമുള്ള ഒരാൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി നമ്മൾ അനുഭവിക്കുമ്പോൾ കൂടുതലും നമ്മൾ പറയാം, സാരല്ല, ഞങ്ങൾ വിഷമിക്കേണ്ടത്, നമുക്ക് ശരിയാക്കാം.
നമുക്ക് നോക്കാം, ഡോണ്ട് വറി എന്ന് പറയും. നമുക്ക് നോക്കാം, ഡോണ്ട് വറി. എന്താണ് നമുക്ക് നമ്മുടെ താഴെയുള്ളവരോട് പറയാൻ പറ്റാത്തത്? കാരണം നമ്മൾ ജാതിയിൽ ഇപ്പോഴും ഫാസിസ്റ്റുകളാണ്. നമ്മൾ ജാതി ഭേദമുള്ളവരും മതദ്വേഷമുള്ളവരാണ്. കാരണം നമുക്ക് നമ്മളെ താഴെ നിൽക്കുന്ന ഒരാളെ നമ്മുടെ അഭിപ്രായത്തിന് വ്യത്യസ്തവും വിരുദ്ധവുമായ എന്ത് പറഞ്ഞാലും ദ്വേഷം വരും. നമുക്ക് കുട്ടികളോട് ദ്വേഷം വരും. നമുക്ക് അവർ കുറഞ്ഞവരായിട്ട് തോന്നാറ്, സഹോദരരായിട്ട് ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നു വന്ന തുല്യതയുള്ളവരായിട്ട് പെരുമാറാൻ അനുഭവിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുകയില്ല. അവിടെയാണ് ഒരു പ്രാക്ടീസ്. അവിടെയാണ് ഗുരു പറയുന്നത്, ഒരുവനും നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടയണം. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സിരനാറുന്ന ഒരു ഡമ്പുദാനം. ഇതാണ് അരുളെന്ന് പറയുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് പ്രാകൃതത്വമാണ്. ഒരാൾക്ക് ഒരാളോട് സ്നേഹം തോന്നുമ്പോൾ പോയി സ്നേഹിക്കുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പുറത്ത് സ്നേഹിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ വിവരറിയും. സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ പറയല്ലോ, എനിക്ക് സ്നേഹം വരുമ്പോൾ ഞാൻ സ്നേഹിക്കും, ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും, എനിക്ക് നാച്ചുറലായിട്ടിരിക്കാനേ പറ്റും. മഹത്വം പറയണ പോലെ. പക്ഷെ ബാക്കിയുള്ളവർ മനുഷ്യനാണ്. മനുഷ്യൻ ഇങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്ന് നമ്മളെ തോന്നിപ്പിച്ച, നമ്മുടെ അടുത്ത കാല ചരിത്രത്തിൽ ജനിച്ച ഒരു കൊള്ളാവുന്ന മനുഷ്യനായിട്ടാണ് നാരായണ ഗുരുവിനെ